ഹായ്, വെൽക്കം ടു മൈ ക്ലാസ് റൂം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഓംസ് ലോ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. റെസിസ്റ്റൻസ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റെസിസ്റ്റൻസ്, കണ്ടക്ടൻസ്, കണ്ടക്ടിവിറ്റി ഇതെല്ലാം നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓംസ് ലോ ഇൻ വെക്റ്റർ ഫോം. അതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഡ്രിഫ്റ്റ് വെലോസിറ്റി, കറന്റ് ഡെൻസിറ്റി, ദെൻ റിലേഷൻ ബിറ്റ്വീൻ ഡ്രിഫ്റ്റ് വെലോസിറ്റി ആൻഡ് റിലാക്സേഷൻ ടൈം, ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ക്ലാസ്സിലേക്ക് കടക്കാം. ടോപ്പിക്സ് ആർ വെക്റ്റർ ഫോം ഓഫ് ഓംസ് ലോ. ഓംസ് ലോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരുന്നു. വി പ്രൊപ്പോർഷണൽ ടു ഐ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. നെക്സ്റ്റ് നമുക്ക് വെക്റ്റർ ഫോം ഓഫ് ഓംസ് ലോ എന്ന് പഠിക്കുന്നുണ്ട്. ഡ്രിഫ്റ്റ് വെലോസിറ്റി, ദെൻ റിലേഷൻ ബിറ്റ്വീൻ ഡ്രിഫ്റ്റ് വെലോസിറ്റി ആൻഡ് റിലാക്സേഷൻ ടൈം, റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് കറണ്ട് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി, ദെൻ ഓംസ് ലോ ഓൺ ദ ബേസിസ് ഓഫ് തിയറി ഓഫ് ഇലക്ട്രോൺ ഡ്രിഫ്റ്റ്, ആൻഡ് ഫൈനലി കറന്റ് ഡെൻസിറ്റി. ഇത്ര ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാം. വെക്റ്റർ ഫോം ഓഫ് ഓംസ് ലോ. ഓംസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കണ്ടിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അതിൽ നിന്ന് റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചു, റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ വന്നു, കണ്ടക്ടൻസ്. ഇത്ര ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് വെക്റ്റർ ഫോം ആണ്. സോ വി നോ ദാറ്റ് ഇഫ് ഇ ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് ഓഫ് കണ്ടക്ടർ ഓഫ് ലെങ്ത് എൽ, then PD or potential difference across the ends is എന്താണ് equation? V is equal to E into L. We have one equation from Ohm's law അല്ലേ? Ohm's law യിൽ നിന്ന് V യുടെ equation എന്താണ്? V is equal to I into R. Then we know that നമുക്ക് എന്തറിയാം? R എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ്. അതിൻ്റെ ഇക്വേഷൻ R is equal to rho L by A ആണല്ലോ. റോ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? റെസിസ്റ്റിവിറ്റി. L is the length and A be the area of cross section. ഈ വാല്യൂ നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി ഈക്വൽ ടു ഐ ഇൻറ്റു റോയൽ ബൈ എ വന്നു. ഇനി ഫസ്റ്റ് ഇക്വേഷൻ്റെയും തേർഡ് ഇക്വേഷൻ്റെയും എൽ എച്ച് എസ് സെയിം ആണ്. സോ നമ്മൾ ആർ എച്ച് എസ് നമ്മൾ ഇക്വേറ്റ് ചെയ്തു. ഇ ഇൻറ്റു എൽ ഈസ് ഈക്വൽ ടു ഐ ബൈ എ ഒന്ന് റീഅറേഞ്ച് ചെയ്തു. ഐ ബൈ എ ഇൻറ്റു റോയൽ. ഇവിടെ എൽ രണ്ടും സൈഡിൽ നിന്നും ക്യാൻസലായി പോയി. റിമൈനിങ് ഈസ് ഈക്വൽ ടു ജെ ഇൻറ്റു റോ. ജെ എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ടേമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കറണ്ട് ഡെൻസിറ്റി. That is the ratio of current and area of cross section. I by A ആണ് current density എന്ന് പറയുന്നത്. So our equation is equal to J into rho. Here E എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിന് ഡയറക്ഷൻ കൊണ്ട് ഇറ്റ്സ് എ വെക്റ്റർ ക്വാണ്ടിറ്റി ആൻഡ് J കറണ്ട് ഡെൻസിറ്റിയും ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. സോ ഈസ് ഈക്വൽ ടു J into rho. ഇനി ജെയുടെ ഇക്വേഷൻ എടുക്കുവാണ്. കറണ്ട് ഡെൻസിറ്റി J ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു എ. സിഗ്മ എവിടെ നിന്ന് വന്നു? സിഗ്മ എന്ന് പറയുന്ന കണ്ടക്ടിവിറ്റി ആണ്. ഇറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി. 1 by റോ ഈസ് ഈക്വൽ ടു സിഗ്മ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ്. സോ ജെ ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു സിഗ്മ. സോ ദിസ് ഈസ് ദ വെക്റ്റർ ഫോം ഓഫ് ഓംസ് ലോ. ഇത് ഏതിന് സിമിലർ ആണ്? വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആറിന്. അതിൽ നിന്നാണ് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തത്. സോ രണ്ടും ഈക്വൽ ആണ്. ജെ ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ഒ, സിഗ്മ ഇൻറ്റു ഇ. ജെ ഈക്വൽ ടു സിഗ്മ ഇ ഈസ് ദ വെക്റ്റർ ഫോം ഓഫ് ഓംസ് ലോ. നെക്സ്റ്റ് ടോപ്പിക്ക് ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ്. ഡ്രിഫ്റ്റ് വെലോസിറ്റിയിൽ നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഒരു കണ്ടക്ടറാണ്. അഥവാ ഒരു മെറ്റൽ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ആ ഫ്രീ ഇലക്ട്രോൺസ് എല്ലാം തന്നെ തെർമൽ മോഷനിലാണ്. തെർമൽ മോഷൻ അഥവാ തെർമൽ വെലോസിറ്റി അതിനുണ്ട്. അതാണ് ഈ കാണിച്ചിരിക്കുന്ന ഡയഗ്രത്തിൽ. പല ഡയറക്ഷനിലേക്ക് റാൻഡം മോഷനിലാണ്. ഈ ഒരു റാൻഡം മോഷൻ ഓഫ് ഇലക്ട്രോൺ എന്തിന് കാരണമാവുന്നില്ല? ഒരു കറണ്ടിന് കാരണമാവുന്നില്ല. അഥവാ തെർമൽ മോഷൻ ഡസ് നോട്ട് പ്രൊഡ്യൂസ് എനി കറണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ നമ്മൾ ഒരു എക്സ്റ്റേണൽ ആയിട്ട് ഒരു ബാറ്ററി കണക്ട് ചെയ്യുവാണ്. അതുപോലെ ഒരു സെല്ല് നമ്മൾ കണക്ട് ചെയ്യുവാണെങ്കിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ആ ഇലക്ട്രിക് ഫീൽഡ് ഇ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് എന്ന് വെച്ചാൽ ലെഫ്റ്റിൽ പോസിറ്റീവ് പൊളാരിറ്റിയാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു സെല്ല് മുഖാന്തരം. റൈറ്റ് സൈഡിൽ നെഗറ്റീവ് പൊളാരിറ്റിയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സോ ഒരു ഇലക്ട്രിക് ഫീൽഡ് എക്സിസ്റ്റ് ചെയ്തു. ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസിൽ ഇലക്ട്രോൺസ് മൂവ് ചെയ്യും. എങ്ങോട്ട്? ടുവേഴ്സ് പോസിറ്റീവ് ചാർജ്. അപ്പോൾ ഇലക്ട്രോൺസിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. അതുകൊണ്ട് ഇലക്ട്രോൺസ് എല്ലാം എങ്ങോട്ട് മൂവ് ചെയ്തിരിക്കും? ടുവേഴ്സ് പോസിറ്റീവ് ചാർജിലേക്ക് അതിനൊരു മോഷൻ ഉണ്ടാവും. ആ ഒരു മോഷനെയാണ് നമ്മൾ ഡ്രിഫ്റ്റ് അഥവാ ഡ്രിഫ്റ്റ് മോഷൻ എന്ന് പറയുന്നത്. ഡ്രിഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ ഫീൽഡിന്റെ ഹെൽപ്പോട് കൂടി ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നതാണ് ഡ്രിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഇലക്ട്രോൺസിന്റെ വെലോസിറ്റി നമ്മൾ വിളിക്കുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് വിളിക്കും. ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് ഓൾവേസ് ഓപ്പോസിറ്റ് ടു ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാണോ അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും. കാരണം ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്.
പക്ഷേ ഡ്രിഫ്റ്റ് വെലോസിറ്റി ആരുടെയാണ്? ഇലക്ട്രോൺസിൻ്റെയാണ്. അത് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? ടുവേഴ്സ് പോസിറ്റീവ് ചാർജ്. സോ ദാറ്റ്സ് എ ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഇനി ഈ ഒരു കണ്ടീഷനിൽ ആവറേജ് തെർമൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാരണം പല ഡയറക്ഷനിലേക്ക് റാൻഡം മോഷൻസ് ഉണ്ട്, അതിൻ്റെ ആവറേജ് എടുത്താൽ 0 ആയിരിക്കും. പക്ഷേ ഇവിടെ ഒരു സെയിം ഡയറക്ഷനുള്ള എല്ലാം ഒരേ ഡയറക്ഷനിലാണ് ആരുടെ വെലോസിറ്റി? ഡ്രിഫ്റ്റ് വെലോസിറ്റി ഡയറക്ഷൻ ഓൾവേസ് ടുവേഴ്സ് ലെഫ്റ്റ്, അഥവാ ഡ്രിഫ്റ്റ് വെലോസിറ്റി എല്ലാം ഒരേ ഡയറക്ഷനിലായിരിക്കും. ആ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ആവറേജ് നമ്മൾ കൺസിഡർ ചെയ്താൽ ഇറ്റ് ഹാസ് എം വാല്യൂ. V1 എന്ന് പറയുന്നത് ഫസ്റ്റ് ഇലക്ട്രോണിൻ്റെ വെലോസിറ്റിയാണ്, V2 സെക്കൻഡ് ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി, അങ്ങനെ Vn നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ നമ്മൾ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് V1 പ്ലസ് V2 പ്ലസ് എക്സെട്ര ടു Vn ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ദാറ്റ് ഇസ് n. അതുവഴി നമ്മൾ എന്ത് കിട്ടി? ഡ്രിഫ്റ്റ് വെലോസിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡ്രിഫ്റ്റ് വെലോസിറ്റി അഥവാ ഡ്രിഫ്റ്റ് മോഷനാണ് ഇവിടെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ കറണ്ടിന് കാരണമാവുന്നത് ഈ ഒരു ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസ് ആണ്. That is, drift velocity is responsible for the electric current. അപ്പോൾ drift velocity എന്ന് പറഞ്ഞാൽ velocity of electrons in the presence of external electric field. ഇനി നമുക്ക് ഫിസിക്സിൽ നമ്മൾ ഏതു കാര്യവും നമ്മൾ മെഷർമെൻറ്റ് എടുക്കും അല്ലേ? എല്ലാ കാര്യവും നമ്മൾ മെഷർ ചെയ്യുന്നുണ്ട്. ഇനി ഏതൊക്കെ ഫാക്ടേഴ്സിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഇതെല്ലാം നമ്മൾ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഡ്രിഫ്റ്റ് വെലോസിറ്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ഡ്രിഫ്റ്റ് വെലോസിറ്റി ആൻഡ് റിലാക്സേഷൻ ടൈം തമ്മിൽ റിലേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോവാണ്. Drift velocity is defined as the velocity with which the free electrons get drifted towards the positive terminal under the effect of an applied potential അഥവാ applied electric field. അപ്പോൾ ഡയഗ്രാം ഫസ്റ്റ് നമുക്ക് ഡ്രോ ചെയ്യാം. ഒരു കണ്ടക്ടർ നമ്മൾ കൺസിഡർ ചെയ്തു, ഹാവിംഗ് ലെങ്ത് L, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ക്യാപിറ്റൽ A. ഒരു ബാറ്ററി നമ്മൾ കണക്ട് ചെയ്യുവാണ് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യാനായിട്ട്. Then E be the electric field, applied electric field. ഈ ഇലക്ട്രിക് ഫീൽഡിൽ ഇലക്ട്രോൺസ് ആർ ഡ്രിഫ്റ്റഡ് ടുവേഴ്സ് പോസിറ്റീവ് ചാർജ്, അഥവാ എ എന്ന് പറയുന്ന സൈഡിലേക്ക് അത് ഡ്രിഫ്റ്റ് ചെയ്യുന്നു വിത്ത് എ വെലോസിറ്റി VD. I be the current. കറണ്ട് എപ്പോഴും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും, അഥവാ ഓപ്പോസിറ്റ് ടു ദ മോഷൻ ഓഫ് ഇലക്ട്രോൺസ്. ദാറ്റ്സ് എ ഡയറക്ഷൻ ഓഫ് കറണ്ട്. ഇനി ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കണക്ട് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് ആർ മൂവിങ് ഓപ്പോസിറ്റ് ടു ഇലക്ട്രിക് ഫീൽഡ്. ആ ഇലക്ട്രിക് ഫീൽഡ് മൂവ് ചെയ്യാൻ കാരണം അതിനൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഇലക്ട്രിക് ഫീൽഡിൽ ഇരിക്കുന്ന ഏത് ഇലക്ട്രോണിനും ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സ് F is equal to QE ആണ്. അപ്പോൾ ഇവിടുത്തെ Q എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് F is equal to മൈനസ് E ഇൻറ്റു ക്യാപിറ്റൽ E. സ്മോൾ ഇ എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ ചാർജ്, ക്യാപിറ്റൽ ഇ എന്ന് പറയുന്നത് ഫീൽഡ്. അപ്പോൾ എഫിന് നമുക്ക് ഇക്വേഷൻ അറിയാം. ആ എഫ് ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഓപ്പോസിറ്റ് ടു ക്യാപിറ്റൽ ഇ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇലക്ട്രോണിൽ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്തത് മൂലം അത് ഒരു ആക്സിലറേഷൻ ഉണ്ടാവുന്നു. ആ ആക്സിലറേഷൻ എ എന്ന് പറയുന്നത് നമുക്കറിയാം ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ അനുസരിച്ച് F is equal to ma ആണ്, ഓർ A is equal to F/m. സോ A is equal to F/m. ഇനി ഈ ഒരു കണ്ടീഷനിൽ നമ്മുടെ എഫ് എന്ന് പറയുന്നത് എന്താണ്? യെസ്, ഏതാണ്? മൈനസ് ഇ ബൈ എം. സോ ദിസ് ഈസ് ദ ആക്സിലറേഷൻ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ എ ഈസ് ഈക്വൽ ടു മൈനസ് ഇ ബൈ എം നമുക്ക് കിട്ടി. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഈ ഇലക്ട്രോൺസ് കണ്ടക്ടറിൽ കൂടെ മൂവ് ചെയ്യുമ്പോൾ കണ്ടക്ടറിൽ നിറച്ച ആറ്റംസ് ഒക്കെ ഉണ്ട്, അതുമായിട്ട് കൊളീഷന് വിധേയമാവുന്നുണ്ട്. സോ ആ ഡ്രിഫ്റ്റ് വെലോസിറ്റി സ്ലോ ഡൗൺ ആവുന്നത്, അഥവാ സ്പീഡ് സ്ലോ ഡൗൺ ആവുന്നുണ്ട്. അപ്പോൾ ആ ഒരു കൊളീഷൻ, ഒരു സക്സസീവ് കൊളീഷന് ബിറ്റ്വീനുള്ള ടൈമിനെ നമ്മൾ റിലാക്സേഷൻ ടൈം എന്നാണ് പറയുന്നത്. ദ ആവറേജ് ടൈം ദാറ്റ് എലാപ്സ് ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻ ഓഫ് ആൻ ഇലക്ട്രോൺ ഈസ് കോൾഡ് റിലാക്സേഷൻ ടൈം, അഥവാ ടോ എന്ന സിമ്പിൾ നമ്മൾ വിളിക്കുന്നു. ഇനി ടോ ഈസ് ഈക്വൽ ടു T1 പ്ലസ് T2 പ്ലസ് എക്സെട്ര ടു Tn. അപ്പോൾ നമ്പർ ഓഫ് കൊളീഷൻസ് അവിടെ പോസിബിൾ ആണ്, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കൊളീഷൻ. അതാണ് ടോ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വി ഹാവ് ദ ഇക്വേഷൻ ഓഫ് മോഷൻ. ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ ഇൻ മോഷൻ അല്ലേ? ഏതാണ്? V is equal to U plus AT. ഇവിടെ U എന്ന് പറയുന്നത് തെർമൽ വെലോസിറ്റിയാണ്, ആവറേജ് തെർമൽ വെലോസിറ്റി, അതായത് ഇനിഷ്യൽ വെലോസിറ്റി. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പുള്ള ഇനിഷ്യൽ വെലോസിറ്റി എത്രയാണ്? 0 ആണ്. ആവറേജ് വെലോസിറ്റി അഥവാ തെർമൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 0 ആണ്. സോ VD ഈസ് ഈക്വൽ ടു 0 പ്ലസ് A ഇൻറ്റു ടോ. ടോ മീൻസ് റിലാക്സേഷൻ ടൈം. അപ്പോൾ V is equal to U plus AT എന്ന് പറയുന്നത് എങ്ങനെയായിട്ട് മാറി? VD is equal to AT. ഇനി എയുടെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. A is equal to from above
minus EE by M. Value substitute ചെയ്താൽ we got the equation VD is equal to, അഥവാ drift velocity is equal to minus EE by M into tau. That is a relation connecting drift velocity and relaxation time. ഇവിടെ മൈനസ് സൈൻ ഉണ്ട്. മൈനസ് സൈൻ ഇൻഡിക്കേറ്റ്സ് ദാറ്റ്. മൈനസ് സൈൻ എന്താണ് സൂചിപ്പിക്കുന്നത്? ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. ഡ്രിഫ്റ്റ് വെലോസിറ്റി ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ ദിസ് ഈസ് ദ റിലേഷൻ. നെക്സ്റ്റ് നമുക്ക് പഠിക്കുന്നത് റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് കറണ്ട് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഇലക്ട്രിക് കറണ്ട് ഐയും വി ഡിയും തമ്മിലുള്ള റിലേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. ലെറ്റ് വി ബി ദ potential difference applied across the conductor of length L and uniform cross section A, and here small n is equal to capital N by AL എന്ന് പറഞ്ഞാൽ number density of electrons ആണ്. and let I be the current. അപ്പോൾ ഇത്രയും സാഹചര്യങ്ങൾ വരുന്ന ഒരു ഡയഗ്രം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ്. ദിസ് ഈസ് എ ഡയഗ്രാം. സെയിം ഡയഗ്രാം ആണ്, മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. ഇവിടുത്തെ കറണ്ട് ഐ ഉണ്ട്. എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഡെൻസിറ്റി ആണ്, അഥവാ ഈ ഒരു കണ്ടക്ടറിൽ എന്തുമാത്രം ഇലക്ട്രോൺസ് പ്രസന്റ് ആണ്, അഥവാ നമ്പർ പെർ യൂണിറ്റ് വോളിയം, അതാണ് നമ്പർ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഐ ബി ദ കറണ്ട്. ഹിയർ വി ഡി ബി ദ ഡ്രിഫ്റ്റ് വെലോസിറ്റി, എ ബി ദ ആക്സിലറേഷൻ ഓഫ് ഇലക്ട്രോൺ, ടോ റിലാക്സേഷൻ ടൈം, ഇ ഇലക്ട്രിക് ഫീൽഡ്, സ്മോൾ ഇ ഇലക്ട്രോണിക് ചാർജ്, എം മാസ് ഓഫ് ആൻ ഇലക്ട്രോൺ, then small n is the number density of electron. Number density നമ്മൾ പാരഗ്രാഫിൽ പറയുന്നുണ്ട്. ക്യാപിറ്റൽ N be the number of electrons per unit volume, അതാണ് number density എന്ന് പറയുന്നത്. L be the length of the conductor and A be the capital A be the area of cross section. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡയഗ്രത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വി ഹാവ് ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി. നമുക്ക് വേണ്ട റിലേഷൻ ഏതാണ്? ഇലക്ട്രിക് കറണ്ടും ഡ്രിഫ്റ്റ് വെലോസിറ്റി തമ്മിലുള്ള റിലേഷനാണ് വേണ്ടത്. അതിന് നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത് ബേസിക് ഇക്വേഷൻ ഐയുടെ കറണ്ട് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് അല്ലെ ഫ്ലോ ഓഫ് ചാർജ്, ദാറ്റ് ഈസ് ക്യൂ ബൈ ടി ആണ്. ഇവിടെ ക്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നു, ടി നമ്മൾ കണ്ടുപിടിക്കുന്നു. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ക്യൂ കണ്ടുപിടിക്കാം. അതിനുവേണ്ടി ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് നമ്പർ ഓഫ് ചാർജ് പ്രസൻറ്റ് ഇൻ വോളിയം എ ഇൻറ്റു എൽ. എ എന്ന് പറയുന്ന ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് കണ്ടക്ടർ ആണ്, എൽ എന്ന് പറയുന്ന ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ആണ്. അപ്പോൾ ടോട്ടൽ വോളിയം നമുക്ക് കിട്ടും. നമ്മൾ ഈ വരച്ചിരിക്കുന്ന കണ്ടക്ടറിന്റെ ടോട്ടൽ വോളിയത്തിൽ എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രസന്റ് ആണ്. ദാറ്റ് ഇസ് എ ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്പർ ഓഫ് ചാർജ് ഇൻ വോളിയം എ ഇൻറ്റു എൽ, ഏരിയ ഇൻറ്റു ലെങ്ത് ഇസ് വോളിയം. എൻ ഈസ് ഈക്വൽ ടു സ്മോൾ എൻ ഇൻറ്റു എ എൽ, അതാണ് നമ്പർ ഓഫ് ചാർജസ് ഇൻ ദ വോളിയം. നെക്സ്റ്റ് നമ്മൾ നോക്കും ടോട്ടൽ ചാർജ് ഇൻ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ അല്ലേ. ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത് സ്മോൾ ഇ ആണെങ്കിൽ എൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസിന്റെ ചാർജ് ആണ് ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇലക്ട്രോണിന്റെ ചാർജ് ഇ ആണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ചാർജ് എന്ന് പറയുന്നത് ഏതാണ്? ക്യൂ ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു എൻ എ എൽ, അഥവാ എൻ മീൻസ് ക്യാപിറ്റൽ എൻ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രസന്റ്. നെക്സ്റ്റ് നമ്മൾ എടുക്കുന്നത്, അപ്പോൾ നമുക്ക് ക്യൂ കിട്ടിക്കഴിഞ്ഞു. ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി ആണ്. അതിലെ ക്യൂ നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തു. നെക്സ്റ്റ് വേണ്ട ടി ആണ്. ദാറ്റ് ഈസ് ടൈം ടേക്കൺ ഫോർ ഇറ്റ്സ് മോഷൻ. ആരുടെ മോഷൻ? ഇലക്ട്രോൺ ഒരു എൻഡിൽ നിന്ന് മറ്റൊരു എൻഡിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ട ടൈം, ദാറ്റ് ഈസ് ടൈം ടേക്കൺ. ടി ഈസ് ഈക്വൽ ടു നമുക്കറിയാം ബേസിക് ഇക്വേഷൻ എന്താണ്? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് അഥവാ ഡിസ്റ്റൻസ് ബൈ ടൈം. അതിൽ നിന്ന് ടി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ വെലോസിറ്റി, ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ ബൈ വി ഡി. വി ഡി ബി ദ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഹിയർ. ദെൻ നെക്സ്റ്റ് ടിയുടെ വാല്യൂം കിട്ടി, ക്യൂവിൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി നമ്മൾ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞു. അത് രണ്ടും കൂടെ നമ്മൾ ഐയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി. ക്യൂയുടെ വാല്യൂ ഇ എൻ എ എൽ ഡിവൈഡഡ് ബൈ ഐ ബൈ വി ഡി. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ കറണ്ട്. ഓർ വി ക്യാൻ റൈറ്റ് ഐ ഈസ് ഈക്വൽ ടു ഇ എൻ എ വി ഡി. എൽ ക്യാൻസൽ ആയി പോവും. ഫൈനൽ ഇക്വേഷൻ, ദാറ്റ്സ് എ റിലേഷൻ ബിറ്റ്വീൻ റിലേഷൻ കണക്റ്റിംഗ് ഐ ആൻഡ് വി ഡി. കറണ്ടും ഡ്രിഫ്റ്റ് വെലോസിറ്റി തമ്മിലുള്ള റിലേഷനാണ്. ഇവിടെ ഇ എന്ന് പറയുന്ന ഇലക്ട്രോണിന്റെ ചാർജ് ആണ്, എൻ ബി ദ നമ്പർ ഡെൻസിറ്റി, എ ബി ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അത് കോൺസ്റ്റന്റ് ആണ്. സോ വി ഡി അഥവാ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ കറണ്ട് ത്രൂ എ കണ്ടക്ടർ. നെക്സ്റ്റ് ഡിഡക്ഷൻ ഓഫ് ഓംസ് ലോ. ഓംസ് ലോ നമ്മൾ ഡെഡ്യൂസ് ചെയ്തെടുക്കുവാണ്. ഫോർ ദാറ്റ് ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്
m be the mass of electron and tau is the relaxation time. Then drift velocity vd നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു. vd is equal to ഓർമ്മയുണ്ട് എല്ലാവർക്കും e tau by m or e is equal to യുടെ ഇക്വേഷൻ നമുക്കറിയാം v by l അഥവാ പൊട്ടൻഷ്യൽ divided by l of the conductor, length of the conductor. യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ vd is equal to യുടെ സ്ഥാനത്ത് സ്മോൾ e into ക്യാപിറ്റൽ യുടെ സ്ഥാനത്ത് v by l വന്നു. സോ ദിസ് ഇസ് ഇക്വേഷൻ vd is equal to e v tau by ml. നെക്സ്റ്റ് കറണ്ടിന്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു കഴിഞ്ഞു. ലാസ്റ്റ് സ്ലൈഡിൽ കറണ്ട് I is equal to NEA VD or I is equal to NEA VD യുടെ പ്ലേസിൽ സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക E V tau by ml or V by m. Take the ratio. നമ്മൾ V ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുവാണ്. V by L is equal to ml divided by n E square tau A. So this is the equation, and here m mass of the electron, L length of the conductor, n number density, E charge of one electron, A be the area of cross section and tau be the relaxation time. ഇതെല്ലാം ഒരു കണ്ടക്ഷന്റെ കേസിൽ സെയിം ആണ്. So these are constant at a constant temperature. Then we can write V by I is equal to a constant. V by I is equal to a constant എന്ന് പറഞ്ഞാൽ ഏത് തന്നെയാണ് സെയിം ആസ് Ohm's law. Ohm's law എന്ന് പറയുന്നത് V proportional to I ആണ്, or V is equal to R into I അല്ലേ, or R is equal to V by I. Same relation നമുക്ക് ഗോട്ട് ചെയ്തു. So this is the deduction of Ohm's law. V by I is equal to a constant R, and here R is equal to resistance of the conductor. R is equal to, from above equation നമ്മൾ കോൺസ്റ്റന്റ് എല്ലാം കൂടെ സോർട്ട് ചെയ്തു, ml by n E square tau A. This is the resistance of the conductor. All terms are constant for a conductor at a constant temperature. ഇവിടെ നിന്ന് നമുക്ക് റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ കൂടെ നമുക്ക് സോർട്ട് ചെയ്യാം. റെസിസ്റ്റിവിറ്റി ഇൻ ടേംസ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ആൻഡ് നമ്പർ ഡെൻസിറ്റി ഈസ് റോ എന്ന് പറയുന്നത് നമുക്കറിയാം R is equal to rho L by A ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. rho is equal to m by n E square tau. സോ റെസിസ്റ്റിവിറ്റി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഡയമെൻഷൻസ് ഓഫ് ദ കണ്ടക്ടർ അല്ലേ. ഒരു ലെങ്തിനെയോ ഏരിയനെയോ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. റെസിസ്റ്റൻസ് ഡയമെൻഷൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, എന്നാൽ റെസിസ്റ്റിവിറ്റി ഡയമെൻഷൻസിനെ ഒന്നും തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ ദിസ് ഇസ് ദ ഫൈനൽ ഇക്വേഷൻ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കറണ്ട് ഡെൻസിറ്റി ആണ്. J ഇസ് എ സിമ്പൽ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്ന ഫസ്റ്റ് സ്ലൈഡുകളിൽ ദ എമൗണ്ട് ഓഫ് ചാർജ് ഫ്ലോയിങ് പെർ സെക്കൻഡ് പെർ യൂണിറ്റ് ഏരിയ നോർമൽ ടു ദ ഫ്ലോ ഓഫ് ചാർജ്. കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് Q പെർ T പെർ ക്യാപിറ്റൽ A. അതാണ് നമ്മൾ ഡെഫിനിഷനിൽ നിന്ന് നമുക്ക് ഇക്വേഷൻ സോർട്ട് ചെയ്തെടുക്കാം. ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഡയറക്ഷൻ ഉണ്ട്. ആ ഡയറക്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജിന്റെ മോഷന്റെ ഡയറക്ഷനിലായിരിക്കും. സോ J is equal to Q by T per capital A. Q by T എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വളരെ ഫെമിലിയർ ആണ്. Q by T is the I, amount of current. So I by A. In general, we can write I is equal to JA cos theta. That is J dot A. J എന്ന് പറഞ്ഞാൽ കറണ്ട് ഡെൻസിറ്റി, A എന്ന് പറഞ്ഞാൽ ഏരിയ. സോ അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് ആണ് കറണ്ട് എന്ന് പറയുന്നത്. സോ വി ഹാവ് ഐയുടെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഏതിൻ്റെ ടേമിൽ? ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ടേമിൽ I is equal to ENAVD. നമുക്ക് ഓർക്കാൻ എളുപ്പത്തിന് നിങ്ങൾ എങ്ങനെയാണോ ഓർത്തിരിക്കുന്നത് അതുപോലെ പഠിക്കുക. NEAVD. സോ I is the current. Substituting this value, J is equal to I by A is equal to ENVD. This is the final equation for the current density, and its unit is ampere per meter square. So this is about current density. Next നമുക്ക് കുറച്ച് പ്രോബ്ലം നോക്കാം. Try to solve this problem. A copper wire has resistance of 10 ohm and area of cross section 1 millimeter square. A PD of 10 volt exists across the wire. Calculate the drift speed of electron if its number density is 8 into 10 raised to 22 electrons. So second question is, if potential difference applied across a conductor is increased to 2 volt,
how will the drift velocity of electron change? Thank you.